എടുത്തേച്ചി. ആ എന്നാ സാമ്പാർ കഷ്ണം മേടിക്കട്ടെ. 100 രൂപയ്ക്ക് സാമ്പാർ കഷ്ണം കൂടി അടിച്ചോട്ടാ. എനിക്കൊരു കരിക്ക് വേണം കുടിക്കാൻ. എന്താ കരിക്ക് തുടങ്ങി. എനിക്ക് വേണം. ഇടി വഴിയിൽ കുടിക്കാൻ നാണാവുന്നു. എനിക്ക് നാണില്ല, നാത്തും കുടിക്കണ്ട. മേടിച്ചോ ചേട്ടാ, ഒരു കരിക്ക് കൊടുത്തേക്ക്. എന്നാ അത് മതി ചേച്ചി, എടുത്തോട്ടാ. എത്ര? ആ നെല്ലിക്ക നല്ലാണോ നോക്കിയേ. നെല്ലിക്ക നല്ലാണോ നോക്കിയേ. നെല്ലിക്ക എന്താ ചേച്ചി വില? 60 രൂപ. നാടനല്ലേ? എന്താ 220. എൻ്റെ അമ്മോ, കൈപൊള്ളി പോവല്ലോ. അയാളിങ്ങനെ നോക്കിച്ചിരിക്കണം. മൈൻഡ് ചെയ്യണ്ട, നീ വേഗം കുടിച്ചേ. ഞങ്ങളെ നോക്കണ ഇതിനാ നീ. ഇത് നോക്കിയടി, അതെടുത്ത് നല്ല പോവാ. ഞാൻ കുടിക്ക് പോവാ. 2 പേരൊക്കെ കൂടി എടുത്തോ. നിന്നെക്കാളും വേറെ തക്കിളി മോളെയും കൊണ്ട് തന്നെയാണല്ലോ. അത്ര ശല്യമില്ല അവള്. മതി. കരിക്കിന്റെ പൈസ എടുത്തായിരുന്നോ? എത്ര ചേച്ചി? എന്നാ ശരി, നടക്ക് നടക്ക് നടക്ക്. മോളെ നിന്നെ സമ്മതിച്ച്. മതി കേട്ടോ, ഒരെണ്ണം കൊടുത്താൽ മതി. പോട്ടെ. നീ ഏതാ? കുറെ നേരമല്ലേ നിനക്ക് തുടങ്ങിയിട്ട്? നിനക്കെന്താ വെറുതെ വേഷം കിട്ടില്ലേ? ഞങ്ങൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെയാ. ഞങ്ങൾ എന്താ അറിഞ്ഞിട്ട് നിനക്ക് എന്തിനാ? നീ എന്താ കിടന്ന് ഞങ്ങളുടെ പുറകെ നടക്കണ എന്തിനാ? നീ പിന്നെ എന്താണ് ഓരോന്ന് വർത്താനം പറഞ്ഞത്? മേത്തോട്ടുണ്ടല്ലോ എന്താണ് നീ കളിക്കുന്നത്? കാണിച്ചാ കേട്ടാണോ പിന്നെ? ആ കാണാം. അളിയാ, ഇതിപ്പോൾ അമ്മാവൻ അങ്ങോട്ട് വിളിച്ചത് എന്തിനാണെന്നറിയാമോ? നമ്മുടെയൊക്കെ സമ്മതം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ അമ്മാവിപ്പം നമുക്ക് നമ്മുടെ പേരിലേക്ക് തരാന്ന് വാക്കാല് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അല്ലേ? അല്ലാതെ അതുകൊണ്ട് ഇപ്പൊ മരം മുറിക്കാൻ വേണ്ടി തീരുമാനിച്ച സ്ഥിതിക്ക് ഇപ്പൊ നമുക്കത് മുറിക്കരുതെന്ന് പറയാൻ എന്താ അവകാശം? ഞാൻ ചോദിക്കട്ടെ, അതിൽ നിൽക്കണം മരങ്ങൾ മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തിന് എന്താ ഉപയോഗം? സത്യം പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു. അതിനകത്ത് ഒരു ഉഗ്രം തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണെങ്കിൽ തരണ സ്ഥലം ഇച്ചിരി കുറഞ്ഞാലും ആ തേക്ക് കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയായിരുന്നു. തേക്കിന്റെ മുകളിൽ കണ്ടുവച്ചാണല്ലേ? തേക്ക് പണ്ടേ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്, ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോ എന്താണെന്നറിയാമോ? എന്തൊക്കെ പറഞ്ഞാലും അമ്മാവന്റെ കൂടെ നിൽക്കും, അതിൽ ഒരു തർക്കവും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എങ്ങനെ മുടക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. ആ പെണ്ണുങ്ങളുണ്ടായിരുന്നെങ്കിൽ അവളുമാരുടെ ചോദിച്ചാൽ എന്തെങ്കിലും ബുദ്ധി ഉപദേശിച്ചു തന്നെ. എല്ലാം കുരുട്ട് ബുദ്ധികളാണല്ലോ നമ്മൾ. ഓടി വാ, നല്ല സമയത്ത് ക്രൈസിസിലാണ് നിൽക്കുന്നത് ഞങ്ങള്. എന്താ നിങ്ങൾക്ക് ഇതിലിപ്പോ ചെയ്തു തരാൻ പറ്റുന്നുള്ളത് പറയും. തുറന്ന അഭിപ്രായം പറയട്ടെ, തുറന്ന അഭിപ്രായം പറയണം, മനസ്സിലൊന്നും വെക്കരുത്. ചെറിയ പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? ഞങ്ങള് പച്ചക്കറിയൊക്കെ മേടിക്കാൻ വേണ്ടി പോയതല്ലേ, അപ്പൊ അവിടെ ഒരുത്തൻ മോശമായിട്ട് പെരുമാറി ഞങ്ങളോട്. എന്ത് പറ്റി? അവളെന്ത് ചെയ്തു? അയാൾ ചുമ്മാ ആയിരുന്നൊക്കെ പറഞ്ഞ് എന്റെ പുറകെ വന്നതാ.
ആ അല്ല അത് നീ പച്ചക്കറി അത് ഇതൊക്കെ എടുത്തിട്ട് വില പറഞ്ഞിട്ട് വാങ്ങാതെ വന്നോണ്ട് അയാൾ പിന്നെ മോശമായിട്ട് പറഞ്ഞായിരിക്കും. പിന്നെ കൈ കയറി പിടിക്കാൻ വന്നു. കയ്യിലാ അതൊക്കെ അങ്ങ് വിട്ട് അതിനേക്കാൾ ആകെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. വല്ല അറിഞ്ഞോ നിങ്ങള്? അമ്മ പോയെന്തിനാണെന്നറിയാമോ? അമ്മാവൻ്റെ അവിടെ ആ മരമെല്ലാം മുറിച്ച് മാറ്റിയിട്ട് മരങ്ങളെല്ലാം കൂടെ വിൽക്കാൻ പോവാണ്. ഫർണിച്ചർ കട എന്തൊക്കെ പരിപാടിയാണ്. എന്ത് ചെയ്യാൻ നമുക്ക് അതിനെ കുറിച്ച്? ഒന്ന് ചെന്ന് നോക്ക്. എന്ത് ഇവിടെ ഇത് നോക്കാനാ? ഇത് വിടുന്ന്. ഇത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പുറത്തൊക്കെ ഇറങ്ങുമ്പോ അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ കയറി പോയി കഴിഞ്ഞി ഈ കേസാ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എടാ അവിടെ ഒരുപാട് ആൾക്കാർ നിൽപ്പണ്ടേ, ഒരാളും ഇടപെട്ടില്ല. എങ്ങനെ നീ അവർക്കൊക്കെ ബുദ്ധിയുണ്ട്. ഇതിനെ കുറിച്ച് പറ. നീ സ്വപ്നം കണ്ടില്ലേ തേക്കും തടിയിലെ കട്ടില് അത് പോവാൻ പോയാണ്. മുറിച്ച് അമ്മാവ് വേറെ എന്തോ ചെയ്യാൻ പോകണം. അതിനെ കുറിച്ച് എന്ത് ചെയ്യണമെന്ന് പറ. മാത്രല്ല ഇപ്പൊ ഞങ്ങൾ ചെന്നിട്ട് ചോദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിപ്പോ അങ്ങ് തീർന്നു. എന്റെ അളിയാ, ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇത് വലിയ വിഷയമാവും. നീ ആ വിഷയം അങ്ങോട്ട് കളഞ്ഞാണ്. നിനക്ക് കയറിപ്പോ. ഇതൊക്കെ എന്തോന്ന്? ഇത് വല്ലപ്പോഴൊക്കെ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം. ഇതൊന്നുമില്ല. ഇതൊന്നും കാര്യമായിട്ട് എടുക്കല്ലേ. ഇനി ഇത് പറ. അമ്മ ഇപ്പൊ പോയത് അമ്മ അമ്മാവന്റെ കൂടെ നിൽക്കുള്ളൂ. അപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ആലോചിച്ചോ. സാധനം കേട്ട നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ? ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് നിങ്ങൾക്കൂടെ വേണ്ടപ്പെട്ട നിങ്ങളുടെ തേക്കും കട്ടിലൊന്നും അത് നിങ്ങൾക്ക് വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടെ ഗുണമുള്ള കാര്യമില്ല. ഇവളുമാർക്ക് ഇതല്ലേ നമ്മളെന്തെങ്കിലും നല്ല കാര്യം. ഇത് എന്തപ്പോ ഇത്രമാത്രം വിഷയം ഉണ്ടായത്? എനിക്കാണോടെ ഏവനോ എന്തെങ്കിലുമൊക്കെ വഴിപ്പിച്ച് മെയ് പറഞ്ഞു. അപ്പോൾ സംഭവം ഇത് ഞാൻ ആലോചിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇത് കുറേ എൻ്റെ പാർട്ടിയിലെ കുറേ അണികളെ പതുക്കെ ഇറക്കിയിട്ട് യുവമാർ പ്രകൃതി സ്നേഹികളാണ്, ഈ മരം മുറിച്ചാൽ അവിടെ ഭയങ്കര വിഷയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരു സമരം ചെയ്താലോ? ചിലപ്പോൾ അമ്മാവൻ പേടിച്ചത് നിങ്ങൾ മാറും. എന്ത് ആ തുറന്ന പറമ്പിൽ ഇപ്പൊ ആ മരം മുറിച്ച എന്താ വിഷയം? ഒരു വിഷയം ഇല്ലെന്നേ. ഒരു സമരം അവിടെ ഞങ്ങൾ പ്രകൃതിയുടെ ആൾക്കാരാണ്, ഇത് മുറിച്ച അവിടെ ഭയങ്കര വിഷയം ഉണ്ടാവും, ഭൂചലനം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മാവനൊന്ന് വരട്ടാ. അപ്പൊ ചിലപ്പോ അമ്മാവന്റെ അല്ലേ വളപ്പ് സ്ഥലം അമ്മാവന്റെ അല്ലേ എന്ത് പറഞ്ഞിട്ട് പിന്നെ ഇതിപ്പോ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യണ്ടേ? പിന്നെ എന്ത് ചെയ്തു പറ. അതൊക്കെ ഉണ്ടോ പറഞ്ഞ അമ്മാവൻ കേൾക്കണം. അയാൾക്ക് അതിനുള്ള വിവരമൊക്കെ ഉണ്ട്. അല്ലേ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അമ്മാവനെ കൊണ്ട് ചെയ്യിക്കാനുള്ളത് ഒരെണ്ണം എടുക്കുക, അമ്മാവനെ കൊണ്ട് ഫിറ്റാക്കിയിട്ട് എഴുതി ഒപ്പിട്ട് എല്ലാം വാങ്ങിക്കുക. ആ കച്ചവടം മുടക്കാൻ പറ്റുമോ നോക്കുക. അതേ മാർഗമുള്ളൂ. ഇപ്പം ഏറ്റ കച്ചവടം ഉണ്ടല്ലോ, അതെങ്ങനെയെങ്കിലും മുടക്കാൻ പറ്റുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലം നീണ്ടു കിട്ടും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ സ്ഥലമൊക്കെ നമ്മുടെ പേരിലേക്ക് എഴുതി വാങ്ങിപ്പിക്കുക. അതല്ലാണ്ട് അമ്മാവും പിന്തിരിയില്ല, ആ കച്ചവടക്കാരനെ കൊണ്ട് പിന്തിരിപ്പിക്കണം. എന്താ ചെയ്യുക? ഇവളുമാരടുത്ത് ഇതിനെക്കുറിച്ച് പറയാതെ പറഞ്ഞാൽ എന്താ വിഷയം? എന്ത് വിഷയം? ഇതൊക്കെ നീ ഒരു കാര്യം ചെയ്യ്, നീ ഒന്ന് ആലോചിക്കും, ഞാനും ആലോചിക്കട്ടെ. എന്നിട്ട് എങ്ങനെ ഒന്ന് മുടക്കാൻ നോക്ക്. എന്നാലും നമ്മൾ പറഞ്ഞിട്ടൊന്നും മൈൻഡ് ചെയ്തും കൂടി ഇല്ലല്ലോ. അതിന് നമ്മളെവിടെ സുരക്ഷിതരായിട്ടുള്ളത്? നമുക്ക് ആരാ ഉള്ളത്? പട്ടീനെ പോലെ പണിയെടുക്കാന്നല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഇതിപ്പോ അയാൾ ഉപദ്രവിച്ചെങ്കിലോ? ഉപദ്രവിച്ചെങ്കിൽ എന്താ? ഉപദ്രവിച്ച ആള് നല്ല അന്തസ്സായിട്ട് പോകും. നമ്മുടെ കെട്ടിയമാർക്ക് എന്താ കുഴപ്പം? അവർക്ക് ഇതിനുമൊക്കെ എവിടെയാ സമയം? അവർക്ക് തേക്കും മരവും സ്ഥലവും കട്ടിലൊക്കെ അല്ലേ വലുത്. വല്ല മൈൻഡും ഉണ്ടായോ? പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് പോയി ചോദിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ഇവന്മാരുടെ കാല് പിടിക്കണവരെ വേണം തല്ലാനായിട്ട്. എന്താണ് നമുക്ക് ചോദിക്കാൻ പറ്റാത്തത്? എന്താ സ്ത്രീകൾക്ക് എന്താ വേറെ എന്തെങ്കിലും കുറവുണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ട് ധൈര്യമായിട്ട് ചോദിക്കണം. അതിന് ആദ്യം ധൈര്യം വേണം. ധൈര്യം ഇപ്പൊ ഇവിടുന്ന് ഉണ്ടാക്കാനാ? ധൈര്യം അങ്ങനെ ഉണ്ടാവുമൊന്നുമില്ല. നമ്മൾ ശക്തരാണെന്നുള്ള തോന്നല് നമുക്ക് തന്നെ ഉണ്ടായാൽ മതി. എടി ഇപ്പൊ എന്തിനാ സ്കൂളുകളിൽ ഗുസ്തിയും കരാട്ടയൊക്കെ പഠിപ്പിക്കണേ? തക്കളിമോള് പഠിക്കണ്ടല്ലോ. പെൺകുട്ടികൾ ശക്തരാണെന്ന് അവർക്ക് ആദ്യം തോന്നണം. നമുക്ക് എന്തുകൊണ്ട് പഠിച്ചുകൂടാ? ഈ പ്രായത്തിൽ ഇനി കരാട്ട പഠിക്കാൻ പറ്റുമോ? ഈ പ്രായത്തിൽ കരാട്ട പഠിച്ചാൽ എന്താ കുഴപ്പം? പഠിക്കാൻ പറ്റൂലേ? നീ കിളവിയായോ? ഇല്ലല്ലോ. പിന്നെന്താ കുഴപ്പം? നീയേ ഇവിടെ ഇങ്ങനെ വീട്ടിലിരുന്നാൽ പോലെ PSC കുറെ എഴുതാൻ തുടങ്ങിയതാണല്ലോ. കുറെ നാളായല്ലോ തുടങ്ങിയിട്ട്. ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നോക്കണം. നമുക്ക് മുൻപ് എന്തോരം വലിയ വലിയ വനിതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാമോ? സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനത്തെത്തിയവര്. അവരൊക്കെ എങ്ങനെ എത്തി? കരാട്ട പഠിച്ചിട്ടാ? കരാട്ട പഠിച്ചിട്ടാണോ കൊച്ചേ എല്ലാവരും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ആവണത്? എടി അതിന് ആദ്യം ഒരു ആത്മവിശ്വാസം വേണം നമുക്ക്. നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ ആദ്യം വിശ്വസിക്കണം. ഇവിടെ നിനി അങ്ങോട്ട് ഒരു പുരുഷൻ്റെ, അതിന് ഭർത്താവായാലും ശരി ആരായാലും ശരി, കാല് പിടിക്കാൻ നമ്മൾ പോവരുത്. നമ്മൾ ശക്തരാണെന്ന് ഇവിടുത്തെ ആണുങ്ങളെ നമുക്ക് തെളിയിപ്പിക്കണം. അതിനാദ്യം നമ്മൾ കരാട്ട പഠിക്കാൻ പോകും. പോവോ? ഈ പ്രായത്തില് പോവും. സമ്മതിക്കോ? സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ പോകും. പോകും. ഇനി അവനെ കാണുമ്പോഴത്തേനും ഒന്നും മറക്കണ്ട. ഇല്ല, എനിക്കും ധൈര്യമുണ്ട്.
ആ എൻ്റെ റാഡി നിനക്കതാ വട്ടുണ്ടോ? ഈ ശമ്പളം കിട്ടുന്ന പൈസ പിറ്റേ ദിവസം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് ചിലവാകും. എല്ലാവരും കൂടെ വന്ന് വാരി എല്ലാവർക്കും കൂടെ ഓരി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് തീരും. ചേട്ടൻ കുറച്ച് ക്യാഷ് തരുമായിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു ചേട്ടാ വീട്ടിലേക്ക്. വേണ്ട, എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ തരൂല്ലേ? കഷ്ടമുണ്ട് ചേട്ടാ, കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന ശമ്പളം എനിക്ക് തികയുന്നില്ല. അങ്ങേരാണെങ്കിൽ വാങ്ങിക്കൊണ്ടങ്ങ് പോവുകയാണ്. എന്താ ചേട്ടാ ചെയ്യുക? അവനാണെങ്കിൽ പൈസ കൊടുക്കാനും ഉണ്ട്. അവൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ഫീസ് കൊടുക്കാനുണ്ട്, എല്ലാം കൊടുക്കാനുണ്ട്. എന്താ ചേട്ടാ ഞാൻ ചെയ്യേണ്ടത്? കുറച്ച് ക്യാഷ് തന്ന് സഹായിക്കുക. അതെ, ഇതൊക്കെ നിന്റെ കുഴപ്പമാണ്. അതെനിക്ക് അറിയാം ചേട്ടാ, എന്ത് ചെയ്യാനാ? പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ഭർത്താക്കന്മാർ പറയുന്നതിനനുസരിച്ച് ചാടിക്കളിച്ച് നിന്നിട്ടല്ലേ നിന്റെ ശമ്പളം കൊണ്ട് ജീവിക്കുകയാണ്. അപ്പൊ നീ പറയുന്നത് കൂടെ അങ്ങനെ കേൾക്കണം. പക്ഷെ അങ്ങനെ ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ല ചേട്ടാ, എന്ത് ചെയ്യുന്നു? അത് കേൾപ്പിക്കണമെന്ന് അതിനുള്ള ത്രാണി വേണം, അതിന് പ്രതികരിക്കാനുള്ള ആർജവം ഉണ്ടാക്കണം. അല്ലാതെ വെറുതെ എന്താടാ? നീയാണപ്പോ ഈ സ്ത്രീ ശാക്തീകരണത്തിന്റെ ആളല്ലേ? എന്തേ? അതേ, നമ്മുടെ തക്കിളി കരാട്ട പഠിക്കാൻ പോണ സ്കൂളിൽ ജമന്തിയും തങ്കവും പോണ്ടല്ലോ. ആര് പറഞ്ഞു? അത് അവളെ കൊണ്ടാക്കാൻ പോയതാവും. ഞാനും കൊണ്ടാക്കാൻ പോണേന്നാ കരുതിയ, പക്ഷേ 2-3 ദിവസമായിട്ട് അവരുണ്ട് അതിന്റെ അകത്ത് നിന്ന് യൂണിഫോം ഇട്ട് കസർത്ത് നടത്തണുണ്ട്. എങ്ങനെ? ആന്ന് തക്കിളി കരാട്ട പഠിക്കുന്ന സ്കൂളില്ലേ, ജോക്കി മാഷിന്റെ ഷിറ്റോറു കരാട്ടെ സ്കൂളാ. അവിടെ ജമന്തിയും തങ്കവും ചേർന്നിട്ടുണ്ട്. ശരി. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ അതിലെ വണ്ടിക്ക് പോകുമ്പോ ഇവര് അതിന്റെ അകത്ത് കിടന്ന് പ്രാക്ടീസ് നടത്തുന്നുണ്ട്, 3 പേരും കൂടി. അപ്പൊ നീ അറിഞ്ഞില്ലേ ഇത്? അതെന്താ സംഭവം എന്നറിയാമോ? അവരെന്നോട് ചോദിച്ചു ഞങ്ങളും കരാട്ടെ പഠിക്കാൻ പോട്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അത് വൃത്തികേടാണ് പൊന്നു മക്കളെ, ദയവ് ചെയ്തിട്ട് അതിന് പോകരുത്, നാട്ടുകാരുടെ മുഖത്ത് നോക്കണം ഞങ്ങൾക്ക്. അപ്പൊ അവര് എന്റെ വാക്ക് കേൾക്കാതെ അവര് എന്നെ ധിക്കരിച്ച് പോയിരിക്കുകയാണ്. അത് ശരി. അപ്പൊ നീ ഇതറിഞ്ഞിട്ടില്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ലടോ. നീ ഇപ്പൊ അവക്ക് ധൈര്യമൊക്കെ കൊടുക്കണ കേട്ടപ്പോ ഞാൻ ഓർത്ത് നീ ഇതിനു വേണ്ടി ഇറങ്ങിയൊക്കെയാണ്, അവരെ പറഞ്ഞു വിട്ടായിരിക്കും. ഭയങ്കര മോശമുണ്ടാ കനക. ഇതെന്താ സംഭവം എന്നറിയാമോ? അവളെ ഭർത്താവ് അവൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനുണ്ട്. നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം കൂടിപ്പോയതിന്റെ കുഴപ്പമാണിത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോണ്ടെന്ന് പറഞ്ഞൊരു കാര്യത്തിന് അവര് പോകേണ്ട കാര്യമുണ്ടോ? അവര് പോകണ്ട്, നീ ഇത് അറിയണ്ടേ ഇത്? അല്ല, അതാ ഞാൻ പറയണത്. അല്ലെങ്കിൽ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പോകരുത്. എന്തായാലും ഞാനൊരു ചെല്ലട്ട്. ഇത്രയും മഴ കൂരിച്ചൊരിഞ്ഞിട്ട് ഒരു ഫോൺ കോൾ പോലും വന്നില്ലല്ലോ. ഫോണ് കേടാണ്. അത് പറ. രാവിലോട്ട് മഴ പെയ്യാണ്, ഒരു വിളി പോലും വന്നൂല്ലേ? ഫോൺ കേടായിരിക്കാനല്ലേ? ഫോൺ കട്ടായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കട്ടെ, ഇപ്പൊ നന്നാക്കണ്ട, ഭയങ്കര മഴയാണ്. ഇരിക്കപ്പുറത്ത് തരൂല മനുഷ്യന്. അല്ല കനക, നീ ഇനി അങ്ങനെ ധൈര്യത്തിന് വീട്ടിലേക്കല്ലോ? എനിക്ക് ധൈര്യത്തിനോട് കുറവല്ല, ഞാനങ്ങ് ചെല്ലട്ട്. 3 കൂടി ചവിട്ടി മെതിക്കും നിന്ന. എന്തൊരു സൗണ്ടാണ് അവിടെ കിടന്നെടുക്കണൊക്കെ കൂടി, പെണ്ണുങ്ങളൊക്കെ കൂടി ഈ സാധനമൊക്കെ കെട്ടി ബെൽറ്റൊക്കെ കെട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ്. അയ്യോ, നിങ്ങൾ രണ്ടാളത് എന്തുദ്ദേശിച്ചിട്ടാണ്? വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിക്കാനോ? കരാട്ടെ ക്ലാസ്സിന് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? പോട്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ എൻ്റെ വാക്ക് ധിക്കരിച്ച് നിങ്ങൾ അതിന് പോകേണ്ട എന്ത് കാര്യമാണ് ഇവിടെ ഉണ്ടായത്? എൻ്റെ വീട്ടിൽ നടക്കുന്നൊരു കാര്യം ഫാസിൽ അറിഞ്ഞിട്ട് വേണമല്ലോ ഞാൻ അറിയാൻ, അല്ലേ? എന്താടി നിങ്ങളുടെയൊക്കെ വായിക്കാത്തത്? അതെ, കരാട്ട ക്ലാസ്സിൽ ഞങ്ങൾ പൊക്കോട്ടെ എന്ന് നിന്നോട് ഞങ്ങൾ ചോദിച്ചോ? ഉവ്വ്. അപ്പോഴോ? പോണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ. ഇനി ഞങ്ങൾ പോകും. പോവണ്ടെന്ന് പറഞ്ഞത് നിന്റെ ഇഷ്ടം, പോണത് ഞങ്ങളുടെ ഇഷ്ടം. ഇത് ധിക്കാരാണ്. ധിക്കാരാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യേണ്ടതാ. ഞങ്ങൾക്ക് ഞങ്ങളുടെ സുരക്ഷ നോക്കിയേ പറ്റുള്ളൂ. കനക, നീ ഇതിനകത്തിട്ട് കൂടുതൽ ഇടങ്കോലിടണ്ട. എടി, നിങ്ങളുടെ സുരക്ഷയ്ക്ക് എന്താണ് ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായത്? അതിന് ഞങ്ങളില്ല ഇവിടെ, ഞാനില്ലേ, ക്ലീറ്റസ് ഇല്ലേ? ഭയങ്കര സുരക്ഷയായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായപ്പോഴേ നിങ്ങൾ ദേ ഇങ്ങനെ കൈവെള്ളയിലല്ലേ ഞങ്ങൾ ഇങ്ങനെ കൊണ്ട് നടന്നത്. അതുകൊണ്ടാ എന്റെ ഭർത്താവ് ഒരു പേടിത്തൊണ്ടനാണ്. അതുകൊണ്ട് എന്റെ രക്ഷയ്ക്ക് ഞാൻ കരാട്ടെ പഠിക്കും. ജമന്തി, ഇതിന് മാത്രം ഒരു വിഷയം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇത് വെറുതെ നിങ്ങളുടെ ഹുങ്കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. നിങ്ങളുടെ ഹുങ്കൊണ്ട് അല്ലാണ്ട് എന്താണ്? മനസ്സിലായില്ല. ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്ന്. അതിനെ വീട്ടിൽ എന്നോട് പെരുമാറുന്നത് പോലെ പുറത്തിറങ്ങി നാട്ടുകാരോട് പെരുമാറാൻ നിൽക്കരുത്. അവരെടുത്ത് പെരുമാറി കഴിഞ്ഞാൽ അവർ കൈ വെച്ചെന്നിരിക്കും. ഇവളോട് ഞാൻ അന്നേരം പറഞ്ഞത് അത് ശരിയല്ലാന്ന്. എന്നിട്ട് എന്ത്? ഇവിടെ നിന്നോട് ഞാൻ അന്നേരം പറഞ്ഞില്ലേ കൊച്ചെ,
വെറുതെ അയാളെ വെക്കിട്ട് കയറാൻ മുകളിൽ അയാൾ ഒന്നും അനങ്ങാതെ ആ കടയുടെ അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നേ. ഇവിടെ ഓടിച്ചത് എനിക്ക് മനസ്സിലായില്ല എന്തിനാ ചേട്ടൻ ഓടിച്ചത് ടപ്പാ ടപ്പാ ടപ്പാന്ന് പറഞ്ഞ 4 അടി. അമ്മ മാസ്റ്റർ പറഞ്ഞിട്ടില്ലേ അമ്മ, പലരും നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും, പക്ഷെ നമ്മൾ പിന്തിരിക്കാൻ പാടില്ല. എന്റെ പൊന്നു കൊച്ചേ, നിന്റെയും തല തിരിഞ്ഞു പോയോ? പിന്നെ ഞങ്ങളെ സുരക്ഷ ഞങ്ങളല്ല വേറെ ആരെങ്കിലും നോക്കോ? ഞങ്ങളെ സുരക്ഷ ഞങ്ങളല്ലാണ്ട് ആരെങ്കിലും നോക്കുവോന്നോ? എന്തൊക്കെയാ നീ പറയണത്? മാമ ഇങ്ങനെ പിന്തിരിപ്പനാവാൻ പാടില്ല. മാമ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ കരാട്ട എന്ന് വെച്ചാൽ ആക്രമിക്കുക എന്നതല്ല, സ്വയം പ്രതിരോധം അതാണ് കരാട്ട. ഓക്കെ, നീ ആദ്യം നിനക്ക് പറയാൻ പറ്റണത് പറയേ. അതെ തങ്കം, ഞാനൊരു കാര്യം പറയട്ടെ, ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതിന് പോകരുത്. മാത്രമല്ല നിങ്ങൾ അതിന് പോയി കഴിഞ്ഞാൽ എനിക്കും ക്ലീറ്റസിനൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. വളരെ മോശമാണ്, ചീത്തപ്പേരാണത്. ആണല്ലേ? അപ്പൊ ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ മെക്കിട്ട് കയറാം, അതിലൊരു ചീത്തപ്പേരും ഇല്ല. ഇനി ആരെങ്കിലും വരട്ടെ ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ, അതിപ്പോ ഏട്ടനായാലും കൊള്ളാം ക്ലീറ്റോ ചേട്ടനായാലും കൊള്ളാം, നല്ലത് കൊടുക്കും ഞാൻ. എടി ഈ കൊച്ചിനെ പോലെയല്ല നിങ്ങളൊക്കെ വലുതായില്ലേ. കൊച്ചു വലുതൊന്നൊന്നുമില്ല, എല്ലാവരും കണക്കാ. നീ മിണ്ടണ്ടിയുടെ എങ്ങാനും കയ്യോ കാലോ പൊട്ട് മുറി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കൂടൂല. തങ്കം, ഞാൻ നിന്റെ കാല് പിടിക്കാടി, ദയവ് ചെയ്ത് നിങ്ങൾ അതിന് പോകരുത് പ്ലീസ് പ്ലീസ്. നല്ല കുട്ടിയല്ലേ, പോകരുത് കേട്ടാ. അവര് പോച്ച പോട്ടെ, നീ പോണ്ട കേട്ടോ. അങ്ങനല്ല ഇങ്ങനെ. നല്ല നോക്കി വെക്കേ. ഇപ്പൊ തന്നെ തിന്നാലോ. എല്ലാം കൂടി തിന്നടി. കുത്തകട്ടനെ കാണാനില്ല പിശാശ്. വാ, നേരം ഒരുപാടായി. എത്ര ഏട്ടാ? ശരി ട്ടാ. എന്താന്ന് നീ പറഞ്ഞത്? ഞാനിവിടെ നടക്കിടക്കാം, നല്ല രസമായിരിക്കുന്നു. നടക്ക്. എനിക്ക് നല്ല രസമായിരിക്കുന്നു. എന്നാ കയറുന്ന ഇന്നോടാ മതിയോ? നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? ഗുണ്ടകൾക്ക് കായ കാലം പോലെ കേൾക്കണല്ലോ. ഷിബു, ഷാജി. ആ, വേറെ വല്ലതും വേണോ മോന്? നമുക്ക് പോയേക്കാം. അല്ല, നടക്കുന്ന ആഗ്രഹം സാധിച്ചല്ലോ. ഇനി നിനക്ക് വേറെ വല്ലതും വേണോ? നടക്കണം. വെറുതെ നടന്നാ മതിയോ? തോളത്ത് കൈയിട്ട് നടന്നാലോ? എന്താടാ ഗുണ്ടയുടെ ഗുണ്ടയൊക്കെ പോയോ? നീ എന്താ വിചാരിച്ച ഞങ്ങളൊന്ന് തിരിച്ചു പോയപ്പോ? ഞങ്ങൾ പേടിച്ചു പോയതാന്നാണ് നീ വിചാരിച്ചേ? ക്ഷമിക്കണോ? നിനക്കറിയാമോ ക്ഷമ എന്താന്നുള്ളത്? ഇനി മേലാൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കി നീ ചിരിച്ചെന്നറിഞ്ഞോ?
നിന്റെ പല്ല് മുഴുവൻ അടിച്ചു കഴിഞ്ഞു ഞാൻ പറഞ്ഞതാ. ഇവിടെ കിടക്കോ. Alien versus Alien.